പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. എല്ലാ ദിവസവും പതിവായി പുലർകാല വിചിന്തനം കേൾക്കുന്ന ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ഒരു സന്ദേശം അയച്ചുകൊണ്ട് പറഞ്ഞു, ഇനി പുലർകാല വിചിന്തനം പറയുമ്പോൾ എൻ്റെ മുഖം കൂടി ഒന്ന് ഓർത്തുകൊള്ളണം. കണ്ണുനീരിൻ്റെ ആഴങ്ങളിൽ മുങ്ങി തൻ്റെ ജീവിതത്തെ വളർത്തിയെടുത്തുകൊണ്ട് വന്ന ആ സ്ത്രീയെക്കുറിച്ച് ഓർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് കന്യകാമാതാവിൻ്റെ രൂപമായിരുന്നു. അതുകൊണ്ട് ഇന്നേ ദിവസം യഥാർത്ഥ അമ്മ ആരാണെന്ന് കന്യകാമാതാവിൻ്റെ ജീവിതം വെച്ചുകൊണ്ട് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് അമ്മയെക്കുറിച്ചാണ്. ആരാണ് യഥാർത്ഥത്തിലൊരമ്മ? ദൈവതിരുവചനം നമ്മളെ പഠിപ്പിക്കും. ദൈവത്തിൻ്റെ വചനത്തെ ഉദരത്തിൽ സ്വീകരിക്കുകയും അതിൻ്റെ സൂക്ഷിപ്പുകാരിയായി ജീവിതാന്ത്യത്തോളം നിലനിൽക്കുകയും ചെയ്യുന്ന ഏത് സ്ത്രീ ലോകത്തുണ്ടോ അവളുടെ പേരാണ് അമ്മ. അത്തരത്തിലൊരമ്മ ആയി തീരുവാനായിട്ടുള്ള വിളിയാണ് ഓരോ സ്ത്രീ ജന്മങ്ങളുടേതും. കന്യകാമാതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 16 വയസ്സിൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നൊരു സ്ത്രീയുടെ അരികിലേക്ക് ദൈവത്തിൻ്റെ മാലാഖ കടന്നു വന്ന് അവളുടെ മേലുള്ള ദൈവത്തിൻ്റെ തിരുഹിതം എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ട് മടങ്ങിപ്പോയി. അവൾ അത് സംഭവിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ മാലാഖയുടെ മുമ്പിൽ പറയുകയും ചെയ്തു. പക്ഷെ അപ്പോൾ അവൾ ജീവിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. ഭർത്താവ് അറിയാതെ ഒരു യഹൂദ സ്ത്രീ ഗർഭം ധരിച്ചാൽ അവൾ തെരുവിലേക്ക് ആനയിക്കപ്പെടും. തെരുവിൽ വെച്ച് വിചാരണയ്ക്ക് വിധേയപ്പെട്ട് തെരുവോരങ്ങളിൽ ചിതറിക്കിടക്കുന്ന കരിങ്കൽ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് വിചാരണയ്ക്ക് വിധേയപ്പെട്ട സ്ത്രീയുടെ നേർക്ക് വലിച്ചെറിയും. ഏറുകൊണ്ട് പിടഞ്ഞു മരിച്ച് വീഴുന്ന അവളുടെ മേൽ കൽക്കൂമ്പാരമുണ്ടാക്കിയിട്ട് ഇസ്രയേലിലെ പ്രമാണി ഉറക്കെ വിളിച്ചു പറയും, ഇസ്രയേലിൽ പിഴച്ചു പോകുന്ന പെൺകുട്ടികൾക്ക് ഗതി ഇതാണെന്ന്. അത്രയും കിരാതമായൊരു നിയമം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് കന്യകാമാതാവ് ഭർത്താവുമായി സംഗമിക്കുന്നതിന് മുൻപ് ഗർഭം ധരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് അവളുടെ ഉദരത്തിലേക്ക് വരുന്നത്. ആ വചനത്തെ അവൾ തൻ്റെ ഉദരത്തിലല്ല ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചു. പിന്നീട് ദൈവം അവളെ നയിക്കുകയാണ്. നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്, വീണ്ടും കന്യകാമാതാവ് യേശു ക്രിസ്തുവിനെ പ്രസവിക്കുവാൻ നേരമായപ്പോൾ മഞ്ഞു പെയ്യുന്ന പാതിരാ നേരത്ത് ഭർത്താവിൻ്റെ തോളിൽ ചാരി കൊട്ടാരത്തിൻ്റെയും കുടിലിൻ്റെയും വാതുക്കൽ മുട്ടിത്തളർന്ന ആ പൂർണ്ണമായ ഗർഭിണിയായ സ്ത്രീക്ക് പ്രസവിക്കാൻ ഒരിടം കിട്ടിയില്ല. ഒടുവിൽ കാലിത്തഴത്തിൻ്റെ ഓരത്ത് ഭർത്താവ് ഉണ്ടാക്കിക്കൊടുത്ത തുണിമറയുടെ മറവിൽ കിടന്ന് വയറ്റാട്ടി പോലുമില്ലാതെ ദൈവത്തിൻ്റെ പുത്രനെ പ്രസവിക്കുമ്പോൾ ആ സ്ത്രീക്ക് വിശ്വസിക്കണമായിരുന്നു അവൻ ദൈവത്തിൻ്റെ മകനാണെന്ന്. ദൈവം ഉദരത്തിൽ വന്നു പിറന്നു എന്ന കാരണത്താൽ ആ സ്ത്രീയെ ദൈവം കൊട്ടാരത്തിൻ്റെ സമൃദ്ധിയിലേക്കൊന്നും കൂട്ടിക്കൊണ്ടുപോയില്ല. കണ്ണുനീരിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും നടുവിലാണ് ആ സ്ത്രീ ദൈവപുത്രനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. ഹെറോദോസ് രാജാവ് കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ വേണ്ടി കൽപ്പനയിട്ടപ്പോൾ പേറ്റുനോവ് വിട്ടുമാറുന്നതിന് മുമ്പ് തൻ്റെ കുഞ്ഞിനെയും നെഞ്ചിലെടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോൾ വഴിയോരത്ത് അനുഭവിച്ച കഷ്ടതയുടെ നടുവിൽ ആ സ്ത്രീക്ക് വിശ്വസിക്കണം ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. ഒടുവിൽ അവൻ വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ അവൻ തെരുവിൽ ദൈവത്തിൻ്റെ സുവിശേഷവുമായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ നാട്ടുകാരും നാട്ടുകൂട്ടങ്ങളും അവളുടെ അരികിൽ വന്നു പറഞ്ഞു, നിന്റെ മകന് ഭ്രാന്താണെന്ന്. അപ്പോഴവൾക്ക് വിശ്വസിക്കണമായിരുന്നു അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. അവിടെയും തീർന്നില്ല. ഒടുവിൽ ഒരു ദിവസം അവളുടെ കൺമുമ്പിൽ വെച്ച് കള്ളന്മാരെയും കൊള്ളക്കാരെയും പിടിച്ചുകൊണ്ടു പോകുന്നത് പോലെ ആ മകനെ ഒരു രാത്രിയിൽ പട്ടാളക്കാരും പരിവാരങ്ങളും ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി രാജാവിൻ്റെ അരമനയുടെ മുമ്പിലെ കൽത്തുറുങ്കിൽ കെട്ടിയിട്ട് തല്ലിച്ചതച്ച് ചാട്ടവാറുകൊണ്ടല്ല മുൾചാട്ടവാറുകൊണ്ട് അടിച്ചവന്റെ മാംസകഷ്ണങ്ങളെ പറിച്ചെടുത്ത് ചോരയിൽ കുതിർത്ത് നിൽക്കുന്ന മകനെ കൺമുമ്പിൽ കാണുമ്പോൾ ആ സ്ത്രീക്ക് വിശ്വസിക്കണം ഇവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നുവെന്ന്. ഒടുവിൽ അവളുടെ കണ്ണിന് മുൻപിലൂടെ
അവൻ എടുത്താൽ പൊങ്ങാത്ത കുരിശുമായിട്ട് അവൻ കാൽവരിയിലേക്ക് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിൽ വീണും കിതച്ചും എഴുന്നേറ്റ് പോകുമ്പോൾ പാതയോരത്തിൽ നിന്ന് കാണുന്ന ആ അമ്മയ്ക്ക് വിശ്വസിക്കണം ഇവൻ ദൈവത്തിൻ്റെ മോനാണെന്ന്. അവൻ കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ, അവന്റെ നിലവിളിയുടെ ശബ്ദം കാതുകൾക്കകത്ത് വന്ന് അലയടിച്ചുയരുമ്പോൾ ആ സ്ത്രീക്ക് വിശ്വസിക്കണം ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. ഒടുവിൽ ചേതനയറ്റ അവൻ്റെ ദേഹമെടുത്ത് മടിയിൽ കിടത്തി അവൻ്റെ അടഞ്ഞുപോയ കണ്ണിലേക്ക് ഉറ്റുനോക്കി ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കാൻ കഴിവില്ലാതെ നിൽക്കുമ്പോൾ ആ സ്ത്രീക്ക് വിശ്വസിക്കണം ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. വിശ്വസിച്ചു, അവൾ വിശ്വസിച്ചു. ആ വിശ്വാസം കുരിശിലോളം ചേർന്ന് നിന്നു. ഒടുവിൽ ഉത്ഥാനത്തോളം ചേർന്ന് നിന്നു. ഒടുവിൽ അവൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് വളർത്തുവോളം ആ സ്ത്രീയുടെ വിശ്വാസം നീണ്ടു നിന്നു. അവൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മാറ്റപ്പെടുകയും ചെയ്തു. ഇതാണ് അമ്മ. ജീവിതത്തിൻ്റെ വഴികളിൽ നീ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീയാണോ? എങ്കിൽ ഉറപ്പായും നീ കണ്ണുനീരിൻ്റെ കനൽ വഴികളിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടി വരിക തന്നെ ചെയ്യും. കാരണം ദൈവവചനത്തെ ചേർത്ത് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച സ്ത്രീക്ക് ദൈവം ഒരുക്കി കൊടുത്തത് കണ്ണുനീരിൻ്റെ വഴിയായിരുന്നു, സഹനത്തിൻ്റെ വഴിയായിരുന്നു, പുത്രൻ്റെ കുരിശോളം അവന് കൂട്ടുനിൽക്കുന്ന വഴിയായിരുന്നു. അതുകൊണ്ട് ഒരമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കണ്ണുനീരിന് മുമ്പിൽ ഒരമ്മയും പതറിപ്പോകരുത്. നീ അനുഭവിക്കുന്ന സഹനം നിന്റെ മക്കളെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം വളർത്തിയെടുത്തുകൊണ്ട് വരുവാൻ വേണ്ടിയിട്ടുള്ള സഹനത്തിൻ്റെ കണ്ണുനീരാണ്. നീ അനുഭവിക്കുന്ന വേദനകൾ ഒരു ലോകത്തിൻ്റെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ണുനീർ മണികളാണത്. അതുകൊണ്ടൊരിക്കലും നീ നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ തളർന്നു പോകരുത്. ഒരമ്മയായി നീ ഈ ലോകത്ത് പിറന്നോ, നീ നിന്റെ മക്കളെയും ലോകത്തെയും ദൈവവചനത്തിലേക്കൊന്ന് ചേർത്ത് പിടിക്കുക. ആ ദൈവവചനത്തിൻ്റെ സംരക്ഷണത്തിൽ അവരെ ഒന്ന് കൊണ്ടുവരിക. അപ്പോൾ നിന്നിലെ അമ്മ അന്വർത്ഥമായി മാറും, ലോകത്തിൻ്റെ മാതാവായി മാറും. നീ കണ്ണുകളൊന്നടച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, യഥാർത്ഥമായൊരമ്മയായി ലോകത്ത് മാറുവാൻ പറ്റണമേ. എനിക്ക് ജന്മം നൽകിയ ഒരമ്മയോർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകണമേ. ആമേൻ.